ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ CPO-യിലെയും WCP അതേപോലെ തന്നെ ഫയർ റെസ്ക്യൂ ഓഫീസ് എന്നീ തസ്തികയിലേക്കുള്ള എക്സാമിനേഷൻ്റെ തീയതി വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന ഒരു പരീക്ഷയും കൂടിയാണ് ഈ പറയുന്ന CPO, WCPO അതേപോലെ ഫയർ റെസ്ക്യൂ ഓഫീസ് എന്നൊക്കെ പറയുന്നത്. കൂടാതെ ഒരുപാട് പരീക്ഷയുടെ ഈ പറയുന്ന എന്ത് ചെയ്തിരുന്നു ആ തീയതി വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഏതെല്ലാമാണ്, അതേപോലെ എത്രത്തോളം അപേക്ഷകർ എന്ത് ചെയ്യുന്നുണ്ട്, പരീക്ഷ എഴുതുന്നുണ്ട്, എന്നു മുതലാണ് ഹാൾ ടിക്കറ്റ് കിട്ടി തുടങ്ങുക എന്നുള്ള കാര്യം നമുക്ക് എന്ത് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ജൂൺ മാസത്തിൽ വേണ്ടി നടക്കാൻ വേണ്ടി പോകുന്ന പരീക്ഷകളുടെ ഈ പറയുന്ന എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന തീയതി ഈ പറയുന്ന PS റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാമിനേഷൻ പ്രോഗ്രാം ഫോർ ദ മന്ത് ഓഫ് ജൂൺ 2026 എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന രീതിയിൽ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ് മറ്റു കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ പറയുന്ന പോലീസിൻ്റെ പോലീസിൻ്റെ നമ്മുടെ CPO-യുടെ ഈ പറയുന്ന പരീക്ഷ എന്നാണ്, അതേപോലെ തന്നെ WC-യുടെ പരീക്ഷ എന്നാണ്, അതേപോലെ എത്രത്തോളം പേര് അപേക്ഷിച്ചിട്ടുണ്ട്, എന്ന് അഡ്മിറ്റ് കാർഡ് കിട്ടും എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്ത് വ്യക്തമായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി കാണാൻ വേണ്ടി പറ്റും ഈ പറയുന്ന വുമൺ പോലീസ് കോൺസ്റ്റബിൾ, വുമൺ പോലീസ് ബറ്റാലിയൻ, കേരള പോലീസ് സ്റ്റേറ്റ് വൈഡ് 26/2026 ശനിയാഴ്ചയാണ് പരീക്ഷ നടക്കുന്നത്. അതായത് ജൂൺ മാസം 20-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത് പരീക്ഷ നടക്കുക. ജൂൺ മാസം 20-ാം തീയതിയാണ് പരീക്ഷ നടക്കുക എന്നുള്ളതാണ്. അതിന്റെ ഹാൾ ടിക്കറ്റ് എന്ന് പറയുന്നത് 6-ാം തീയതി, ജൂൺ 6-ാം തീയതി തന്നെ ഹാൾ ടിക്കറ്റ് കിട്ടും. 100 മാർക്കിന്റെ എക്സാമിനേഷൻ ആണ്. നോക്കിയേ, 1 മണിക്കൂർ 30 മിനിറ്റ് 94,464 പേരാണ് എന്ത് ചെയ്യുന്നത് പരീക്ഷ എഴുതുന്നത് എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ അല്ലേ. അത് തൊട്ട് താഴെ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ CPO-യുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന വിവിധ ബറ്റാലിയനായിട്ട് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്ന ആളുകൾ, അതേപോലെ എത്രത്തോളം ആളുകൾ എഴുതുന്നുണ്ട്, അതേപോലെ അതിന്റെ എക്സാമിനേഷൻ ഡേറ്റും കൊടുത്തിട്ടുണ്ട്. WCP-യുടെ എക്സാമിനേഷൻ എഴുതുന്നത് അതേ ദിവസം തന്നെയാണ് നമ്മുടെ എന്തിന്റെ എക്സാമിനേഷൻ നടക്കുന്നത്, ഈ പറയുന്ന CPO-യുടെ എക്സാമിനേഷൻ നടക്കുന്നത്. അതായത് ജൂൺ മാസം 20-ാം തീയതി തന്നെയാണ് CPO-യുടെ എക്സാം ഡേറ്റ്. അത് ഈ പറയുന്ന തിരുവനന്തപുരം ആയിക്കോട്ടെ, പത്തനംതിട്ട ആയിക്കോട്ടെ, ഇടുക്കി ആയിക്കോട്ടെ, നമ്മുടെ എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കാസർഗോഡ് ആയിക്കോട്ടെ, ഇവിടെ എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഒരേ ദിവസം തന്നെയാണ് എന്ത് ചെയ്യുന്നത് എക്സാമിനേഷൻ നടക്കുന്നത് എന്നുള്ളതാണ്. 26 തന്നെയാണ് എക്സാമിനേഷൻ തീയതി എന്ന് പറയുന്നത്. 6-ാം തീയതി നമുക്ക് എന്തും കിട്ടും, ഈ പറയുന്ന ഹാൾ ടിക്കറ്റും കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ പ്രധാനമായിട്ടും നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കാത്തിരുന്ന ഈ പറയുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിലേക്കുള്ളതാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിലേക്കുള്ള, അതായത് ഫയർഫോഴ്സിലേക്കുള്ള പരീക്ഷ എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ ആയിരിക്കും. അതായത് 17-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിന്റെ എക്സാമിനേഷൻ നടക്കും. 17/6/2026 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിന് എന്ത് ചെയ്യുന്നത് പരീക്ഷ നടക്കുന്നത്. അതിന്റെ ഹാൾ ടിക്കറ്റ് എന്നത് പറയുന്നത് ജൂൺ മാസം തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യും നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത്. അതായത് 3-ാം തീയതി തന്നെ, ജൂൺ 3-ാം തീയതി തന്നെ എന്ത് ചെയ്യും ഈ പറയുന്ന ഹാൾ ടിക്കറ്റ് കിട്ടും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പറയാൻ വേണ്ടിയിട്ടുള്ളത് എന്നുള്ളത്. അതിനകത്ത് പ്രത്യേകം ഈ പറയുന്ന കൊടുത്തിട്ടുണ്ട്. ഏകദേശം 8,171 പേരാണ് ഈ പറയുന്ന ഫയർ റെസ്ക്യൂ ഓഫീസർ, ഡ്രൈവർ, ട്രെയിനി, ഡയറക്ട് റിക്രൂട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് എക്സാമിനേഷൻ എഴുതുന്നത് എന്നുള്ളതാണ്. അത് ഒരുപാട് പേര് ഈ പറയുന്ന രീതിയിൽ കാത്തിരുന്ന ഒരു എക്സാമിനേഷൻ കൂടിയാണ്. ഓക്കെ, ഒരുപാട് എൻക്വയറീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുപാട് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന രീതിയിൽ കാത്തിരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരുപാട് പരീക്ഷകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന അസിസ്റ്റന്റ് ജയിലറിന്റെ, അതായത് സബ് ഇൻസ്പെക്ടറിന്റെയും, അതായത് എക്സൈസ് ഇൻസ്പെക്ടറിന്റെയും, SPCയുടെ ഒക്കെ ഒരുപാട് ഈ പറയുന്ന രീതിയിൽ എന്ത് വന്നിട്ടുണ്ട്, എക്സാം തീയതിയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ദ്രുതഗതിയിൽ നിങ്ങൾ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. ഇപ്പോൾ ഏപ്രിൽ മാസം അവസാനിക്കാറായി. ഇനിയുള്ളത് മെയ്, ജൂൺ മാസങ്ങൾ മാത്രമാണ്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക. ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു 40-45 ദിവസം അത്രയും കണക്കൂട്ടിയാൽ. ഓക്കെ, അപ്പോൾ ഏപ്രിൽ മാസം കൂട്ടുന്നില്ല, 40-45 ദിവസം നിങ്ങളുടെ കയ്യിൽ എന്ത് എഫക്റ്റീവായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ട് എന്ത് ഉപയോഗിക്കുക, റിവിഷൻസ് ഉപയോഗിക്കുക. കുറച്ച് ഭാഗങ്ങൾ പഠിക്കാനൊക്കെ ഇച്ചിരി ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് കവർ ചെയ്ത് പോവുക. സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ എന്ത് ചെയ്യുക എടുത്ത് നോക്കുക. ആ പ്രീവിയസ് ചോദ്യങ്ങൾ ഒരുപാട് ചെയ്യാൻ പറ്റും. അത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യുക ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ശ്രമിക്കുക. അതേപോലെ ടോപ്പിക് എന്തെങ്കിലും കവർ ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് പഠിച്ച് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ എന്ത് മോക്ക് ടെസ്റ്റുകളൊക്കെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക ചെയ്ത് നോക്കുക. ഓക്കെ, മുൻ വർഷങ്ങൾ അപേക്ഷിച്ച് ഈ വർഷങ്ങളിൽ ഈ പറയുന്ന അപേക്ഷകർ എണ്ണത്തിൽ ഈ പറയുന്ന CPO-യിലും മറ്റും ഈ WCP-യിലെ ഒരുപാട് അപേക്ഷകരൊക്കെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. 19,000 വരുന്ന ആളുകളുടെ എണ്ണം എന്ത് ചെയ്തിരുന്നു കുറഞ്ഞു എന്നുള്ള വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് അപേക്ഷകർക്ക് എണ്ണം കുറഞ്ഞൊരു പരീക്ഷയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരുന്ന പരീക്ഷ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾ എന്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, എല്ലാ വർഷവും ഈ പറയുന്ന രീതിയിൽ എന്ത് വിളിക്കാറുണ്ട്, ഈ പറയുന്ന പോലീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വരാറുണ്ട്, ഒരുപാട് പേര് എഴുതാറുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് CPOസിൻ്റെ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റുമാർ മറ്റു കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുൻ വർഷങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്ന നിയമനങ്ങളുടെ ഈ പറയുന്ന മറ്റു കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരുന്നു നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് വളരെ തകൃതിയായിട്ട് നിങ്ങൾ പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ വരുന്ന ഈ പറയുന്ന ഒരു പരീക്ഷകൾക്ക്, അതായത്
ഇനി വരാൻ വേണ്ടി പോകുന്നത് ഇനി നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ ഈ പറയുന്ന രീതിയിൽ എന്തുണ്ട് CP-യുടെ മറ്റ് CPOയും അതേപോലെ തന്നെ ഈ പറയുന്ന WCPOയുടെയും ഈ പറയുന്ന ഫയർമാറ്റൊക്കെ പറയുന്ന ഒരുപാട് നോട്ടിഫിക്കേഷൻ ഈ വരാൻ വേണ്ടി പോകുന്ന സമയം കൂടിയാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഇപ്പോഴേ പഠിച്ചുകൊള്ളാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സല്യൂട്ട് എന്ന ഒരു ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ജോയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ് വരാൻ വേണ്ടി പോകുന്ന പരീക്ഷകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ പഠിച്ച് മുന്നോട്ടേക്ക് പോകാനും സാധിക്കുന്നതാണ്. ഈ ഭാഗമായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഡെയിലി സ്റ്റഡി പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ ഈ പറഞ്ഞ ഓരോ ദിവസവും നമ്മൾ ഈ പറയുന്ന ഓരോ ക്ലാസ്സുകൾ അതോടൊപ്പം ബന്ധപ്പെട്ട നോട്ടുകൾ അതോടൊപ്പം ബന്ധപ്പെട്ട പരീക്ഷകളെല്ലാം നമ്മൾ നടത്തി പോകും. ലൈവ് ക്ലാസ്സുകളും കാണും, റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ലഭ്യമാകുന്നതായിരിക്കും. മോക്ക് ടെസ്റ്റുകൾ കാണും, സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ കാണും, മെന്റർഷിപ്പ് സപ്പോർട്ട് കാണും, മോട്ടിവേഷൻ സെഷൻസ് എല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയൊരു കംപ്ലീറ്റ് പാക്കേജാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ലഭ്യമാകുന്നത്. തീർച്ചയായിട്ടും ഇതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് കോഴ്സായിട്ട് ബന്ധപ്പെട്ടോ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടോ എന്ത് ഡൗട്ട് ഉണ്ടായാലും എന്ത് ചെയ്യാൻ തൊട്ട് താഴെ നമ്മൾ വിളിച്ച് എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം ഫോഴ്സ് പരീക്ഷ യൂണിഫോം ഒക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വളരെ തകൃതിയായിട്ട് പരീക്ഷകളിലേക്ക് എന്ത് ചെയ്യുക പഠിക്കുക, വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക, ആരോഗ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഓക്കെ, കാരണം ഇപ്പോൾ ഫിസിക്കലൊക്കെ ഒരു പരീക്ഷയാണ്, ആരോഗ്യം നല്ല ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.